സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം സ്വലാത്ത് ചൊല്ലുക എന്നത് അല്ലാഹുവിങ്കൽ സ്വീകരിക്കുന്ന ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അവരുടെ വലിയൊരു അടയാളമാണ് സ്വലാത്ത് അധികരിപ്പിക്കുക. മുൻഗാമികളൊക്കെ സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചു. ആ സ്വലാത്ത് കൊണ്ട് വലിയ പദവികൾ അവർക്ക് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലും ജീവിതാനന്തരവും നമ്മൾ കേട്ടുകഴിഞ്ഞു. ആ അനുഭവങ്ങളൊക്കെ ആ മഹാന്മാർ നമുക്ക് പകർന്നു നൽകിയത് ആ വഴിക്ക് നാമും സഞ്ചരിക്കാനാണ്. സ്വലാത്ത് ചെല്ലുന്നൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ പരിഗണിക്കുന്നത് പാരത്രിക ലോകത്ത് മാത്രമല്ല, ദുനിയാവിലും വലിയ പരിഗണിക്കും. ആ പരിഗണന കൊണ്ട് ഈ ഭൗതിക ലോകത്ത് അവൻ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടൊപ്പം ആത്മീയമായ വലിയ സന്തോഷവും മുന്നേറ്റവും ആ മനുഷ്യന് സാധ്യമാകും. സ്വലാത്ത് ചൊല്ലിയിട്ട് രോഗം മാറി, സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് മദീനയിലെത്തി, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെത്തി, സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് കടം വീടി, സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിച്ച് ഓരോ മുഅ്മിനും ആശിക്കുന്ന വലിയ ഒരു ആശയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനം. അത് സാധ്യമാക്കിയെടുത്തു. സ്വലാത്ത് മജ്ലിസുകളിൽ സ്ഥിരമായി പങ്കെടുത്ത് സാന്നിധ്യം അറിയിച്ചതുകൊണ്ട് മരിക്കുന്ന സമയത്ത് വളരെ ഭീതിതമായ രംഗങ്ങൾ, സാഹചര്യങ്ങൾ വന്നിട്ടും സ്വലാത്ത് മജ്ലിസിലൊക്കെ സംബന്ധിക്കുന്ന ആളല്ലേ എന്ന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ പറയുമ്പോൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകളൊക്കെ മാറി മുമ്പൊരിക്കലും കാണാത്ത വിധം സൗന്ദര്യങ്ങൾ അല്ലാഹു നൽകി നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതൽ ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ നല്ല ഉറച്ച മനക്കരുത്തോടെ ചൊല്ലിപ്പിരിയാൻ സാധിച്ചു. സ്വലാത്ത് കൊണ്ട് എത്രയോ മഹാരഥന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിക്കുന്ന ഉന്നത നിലവാരങ്ങൾ നൽകി, ഏറ്റവും കൂടുതൽ ഇൽമു നൽകി ആദരിച്ചു, ബഹുമാനിച്ചു. ആ ഇൽമു നൽകിയ മഹാന്മാർ എല്ലാ കാലത്തും ബഹുമാനത്തിന് അർഹതപ്പെട്ട ആളുകളായി സ്വലാത്ത് കൊണ്ടവർ മാറി എന്നത് അവരുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമുള്ള പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മിക്ക മേഖലകളിലും സ്വലാത്തുകൾ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് മഹത്വങ്ങൾ ലഭിച്ചു. നന്നായി കിട്ടി. ഈ സ്വലാത്തിന്റെ ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് തുടങ്ങിയതല്ല. മനുഷ്യോൽപത്തി മുതൽ സ്വലാത്തിന്റെ ആരംഭമുണ്ട്. സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിർദ്ദേശിച്ചത് എപ്പോഴാണ്? സർവമഹാന്മാരായ പണ്ഡിതന്മാരും അത് നിർദ്ദേശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച് അതേ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇണയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് തന്നെ കാണുന്ന വിധത്തിൽ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് ആകർഷിച്ചു. സ്വാഭാവികമായുമുള്ള ആകർഷണമാണ്, ആകർഷണീയമാണ്. എല്ലാ പുരുഷന്മാരിലും എല്ലാ സ്ത്രീകളിലും അല്ലാഹു തആല അത് വെച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച ഇണയിലേക്ക് അടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദം നബിയെ, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണ തന്നെയാണ്,
പക്ഷേ ആ ഇണക്ക് നിങ്ങളിലേക്ക് ചേരാൻ നിങ്ങൾ മഹർ നൽകണം, വിവാഹമൂല്യം നൽകണം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അല്ലാഹുവേ, എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഇണക്ക് ഞാൻ എന്താണ് നൽകേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നൽകേണ്ടത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം. ആ സ്വലാത്താണ് വിവാഹമൂല്യമായി നൽകേണ്ടത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലാൻ പറയുന്നു. 20 സ്വലാത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലി. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഇണയാക്കി സ്വീകരിക്കുകയാണ്. സ്വലാത്തിന്റെ മഹത്വം, അതിന്റെ ആവിർഭാവം മനുഷ്യന്റെ ആരംഭം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചിട്ടുണ്ട്. കാരണം ലോകം തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ്. അമ്പിയാക്കൾ മുഴുവനും ലോകത്ത് വന്നത് അവർക്ക് അല്ലാഹു നൽകിയ ശരീഅത്ത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ആ ശരീഅത്തിന്റെ പൂർത്തീകരണം കുറിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ അവസാനം വരുന്നൊരു നബിയുണ്ട്. ആ നബിയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനും ആ നബിയുടെ ഗുണഗണങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുമാണ് ലോകത്ത് വന്ന സർവ്വ അമ്പിയാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അങ്ങനെ ആ അമ്പിയാക്കൾ മുഴുവനും വന്നിട്ട് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണങ്ങളാണ്. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയവും അത് തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിങ്കൽ വിജയിക്കുന്ന ആളുകളാകണം. അതിന്